ഖത്തർ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മറിയം അൽ മിസ്നതുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ ചർച്ചയായി. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഖത്തറിൽ എത്തും. ഖത്തർ ചേംബറുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. അബ്ബാസ് മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അബ്ബാസ്, എന്തൊക്കെയായിരുന്നു ചർച്ചയിലൊപ്പം കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ എങ്ങനെ? വർഷ, ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദോഹയിലെത്തിയത്. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി വാണിജ്യ വ്യാപാര പ്രമുഖരുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു. ഹോട്ടൽ ഷെറാട്ടണിലായിരുന്നു ആ കൂടിക്കാഴ്ച. അതിനുശേഷമാണ് ഇദ്ദേഹം ഖത്തറിലെ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മറിയം ബിൽത്ത് അൽ മിസ്നതുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിൽ പ്രധാനമായും കേരളത്തിലെ നിക്ഷേപ സാധ്യതകളാണ് ഇരുവരും ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ളൊരു പ്രതിനിധി സംഘം വളരെ വൈകാതെ തന്നെ ഖത്തറിലെത്തും. ഇവിടുത്തെ വ്യാപാര സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടി ഇവിടെ എത്തും. നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇക്കാര്യം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തു. കേരളം വളരെ വലിയ തോതിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. കേരളത്തിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. ഖത്തറിലുള്ള ഇന്ത്യക്കാർ കേരളത്തിൻ്റെ അംബാസഡർമാരാണ്, ഇന്ത്യയുടെ അംബാസഡർമാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളവും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനാകും എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയായിരുന്നു വ്യാപാര തലത്തിൽ മറിയം അൽ മിസ്നതുമായി കേരള മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച. അതിനുശേഷം അദ്ദേഹം ഖത്തർ ചേംബറിലെ പ്രധാനപ്പെട്ട പ്രതിനിധികളുമായി, ഖത്തറിൽ നിന്നുള്ള വ്യാപാര പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി അടക്കമുള്ള ആളുകൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇത്തരത്തിൽ 2 തരത്തിലുള്ള വാണിജ്യ കൂടിക്കാഴ്ചകളാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഖത്തർ സന്ദർശനത്തിന് വ്യത്യസ്തമാക്കിയത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള വാണിജ്യ വ്യാപാര ബിസിനസ് സമൂഹത്തെ പ്രമുഖരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ചെയ്തു. വർഷ.